നമസ്കാരം. ഞാൻ കുറേ നാളിന് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വീഡിയോ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ചിലയിടത്തൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമെന്നൊക്കെ കേട്ടു. ഇവിടെ എന്തായാലും വെള്ളപ്പൊക്കത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല മഴയുണ്ട് കേട്ടോ. നല്ല ഇടിവെട്ടാണ്. എന്തിനാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുക, എന്തിനാണ് ഈ ഇടിവെട്ടുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഇടി മിന്നൽ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ബെനിഫിറ്റ് ആണെന്നുള്ളത് എനിക്കിപ്പോഴും ഒരു ഐഡിയ കിട്ടില്ല. മഴ ഓക്കെ, നമുക്ക് വെള്ളമൊക്കെ കിട്ടും. അതൊക്കെ പോട്ടെ. എന്തായാലും ഞാൻ എന്തിനാണ് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നതിനെക്കുറിച്ച് പറയാം. വേറെ ഒന്നുമല്ല, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു 30+ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ റിങ്കിൾസിൻ്റെ ഇഷ്യൂസ് വരും. ഇപ്പം 30+ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെയൊക്കെ റിങ്കിൾസിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കും ഈ റിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രായമൊക്കെയല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സ്കിൻ കെയർ വേറൊരു റൊട്ടീനിലേക്ക് ഞാൻ മാറ്റി. അപ്പോൾ ഒരു 6 months ആയിട്ട് ഞാൻ എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പരീക്ഷിച്ചു. അപ്പോൾ എനിക്ക് സ്കിന്നൊക്കെ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഫേസ് ഓയിൽസ് നിങ്ങൾക്ക് ചിലർക്ക് കേട്ട് പരിചയം ഉണ്ടാവും, ചിലർക്ക് കേട്ട് പരിചയം ഉണ്ടാവില്ല. നമ്മൾ കോക്കനട്ട് ഓയിൽ മാത്രമല്ല, കുറേ ഫേസ് ഓയിൽസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന, എൻ്റെ പൂച്ച ഒന്നും മിണ്ടാണ്ടിരിക്കുമോ? ഒന്ന് വീഡിയോ എടുത്തോട്ടെ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓറഞ്ച് ഓയിലാണ്. അപ്പോൾ ഓറഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ സിയുടെ നിറകുടമാണ്. അപ്പോൾ ഈ നൈക്കയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. നൈക്കയുടെ തന്നെ കമ്പനിയാണ് ഓറഞ്ച് ഓയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ നീറും. അതിപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമ്മുടെ കണ്ണിലിട്ടിട്ട് ശുശു എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണിൽ വെള്ളം വരണ പോലെ ഇതും നമുക്ക് കണ്ണിൽ വെള്ളം വരും കേട്ടോ, കുറച്ച് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് നല്ല സാധനമാണ്. സ്കിന്നിന് നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോയും കുറച്ചൊരു സ്കിൻ ബ്രൈറ്റനിങ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ രണ്ടാമത്തെ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് റോസ് ഹിപ്പ് ഓയിൽ. ഇത് പലർക്കും അത്ര പരിചയമുള്ള പേരായിരിക്കില്ല, റോസ് ഹിപ്പ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് സ്കിൻ വൈറ്റമിൻ ഇ ഉണ്ടല്ലോ, വൈറ്റമിൻ ഇയുടെ ഭയങ്കരമായിട്ടുള്ളൊരു സോഴ്സാണ് കേട്ടോ. അത് മാത്രമല്ല, വൈറ്റമിൻ എഫ് പലർക്കും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ പരിചയമായിട്ടുള്ളൊരു പേരായിരിക്കില്ല. വൈറ്റമിൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ടുള്ളൊരു വൈറ്റമിൻ അല്ല. അത് വൈറ്റമിൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റി ആസിഡ്സ് അല്ലേ, ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു മിക്സാണ്, 2 ഫാറ്റി ആസിഡിൻ്റെ മിക്സാണ്. അപ്പോൾ ഇത് സ്കിന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസർ ലോക്ക് ചെയ്യും. അപ്പം നമ്മൾക്ക് എപ്പോഴും ഈ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മോയ്സ്ചറൈസർ വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം മതി. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ബദാം ഓയിൽ. അത് ബദാം എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുഖത്ത് ഓയിലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഉണ്ടാക്കാം. ഞാനിതെന്തായാലും ഉണ്ടാക്കാനുള്ള അത്രയും കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഷോപ്പ് മീൻസ് ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഇതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ സോഴ്സാണ്. മഴ പെയ്യണോണ്ടേ മിന്നൽ പോലെ, അതാണ് ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും ഇതുപോലെ തന്നെ മോയ്സ്ചറൈസറിനൊക്കെ പകരം യൂസ് ചെയ്യാവുന്ന സാധനമാണ്. അപ്പോൾ രാത്രി ഇത് യൂസ് ചെയ്താലും നല്ലതാണ് കേട്ടോ. രാത്രി കിടക്കണ മുമ്പ് ഒരു 2 തുള്ളിയൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കിടന്നാൽ നമ്മുടെ സ്കിന്നിലെ രക്തയോട്ടവും കൂടും. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ രാവിലെയാണ് യൂസ് ചെയ്യാറ്, ഞാൻ രാത്രി വേറെ സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ആള് കേട്ടോ, ഇതാണ് കഥാപാത്രം. ഇത്ര നേരം കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ 3 ഓയിലാണ്. ഞാൻ നേരത്തെ കോഫി ഓയിൽ യൂസ് ചെയ്തിരുന്നു കേട്ടോ. അത് എംകഫൈൻ്റെ ആണ്. അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കോഫി ഓയിലും. അത് തീർന്നു പോയി. ഇപ്പോൾ നിലവിലുള്ളത് 3 ഓയിലാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതൊന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, നാച്ചുറലായിട്ടുള്ള അതെടുത്ത് മസാജ് ചെയ്താലും മതിയാവും നമ്മുടെ സ്കിന്നിന്. അത് ഒരു 2 ആഴ്ച നിങ്ങളൊന്ന് മസാജ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തന്നെ മാറ്റം വരും. അപ്പോൾ വീണ്ടും വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ